കട്ട താടിയുള്ള ഈ ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ താടിക്കകത്ത് ഒരു ചെറിയ ചെള്ള് ജീവിച്ചിരിപ്പുണ്ട്. ഈ സമയം ആ പെൺകുട്ടിയുടെ നായ്ക്കുട്ടി അവളുടെ അടുത്തേക്ക് അതിന്റെ ദേഹത്ത് ജീവിക്കുന്ന മറ്റൊരു ചെള്ളിനെ കണ്ട് അവളുടെ താടിക്കകത്തുള്ള ചെള്ളിനെ വളരെയധികം ഇഷ്ടം തോന്നുകയാണ്. എത്ര ശ്രമിച്ചിട്ടും പരസ്പരം അവർക്ക് ഒന്നിക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം അവളുടെ വാതിലിൽ ആരോ മുട്ടിയത് കണ്ട് അവൾ പെട്ടെന്ന് ആ നായ്ക്കുട്ടിയെ താഴേക്ക് ചെന്ന് നോക്കി. അവിടെ ഇപ്പോൾ ഒരു പയ്യൻ വന്ന് ആ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷേ അവൾ ഇപ്പോൾ ആ പയ്യനെ റിജക്ട് ചെയ്യുകയാണ്. അന്ന് രാത്രി ആ പെൺകുട്ടി കിടന്നുറങ്ങി അവളുടെ ദേഹത്തുള്ള ആ ഒരു ചെള്ള സമയം കളയാതെ പെട്ടെന്ന് ഇപ്പോൾ ആ നായ്ക്കുട്ടിയുടെ ദേഹത്തേക്ക് ചാടുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു ബോഡിയിൽ ആ പാവൻ ചെള്ളിനെ ഇപ്പോൾ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് കാരണം ആകെ തളർന്നു വീണ ആ ഒരു ചെള്ളിനെ ഇപ്പോൾ ആ ഫീമെയിൽ ചെള്ള് പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ താടിക്കകത്തേക്ക് പോകുന്നു. ഈ സമയം ആ ഒരു മെയിൽ ചെള്ളിനെ അവന്റെ ബോധം തിരിച്ചു കിട്ടിയെങ്കിലും ഒരു നിമിഷം ആ ഫീമെയിൽ ചെള്ളിന്റെ ശരീരമാണെങ്കിൽ ചുവന്ന് പൊങ്ങാൻ ആരംഭിക്കുന്നു. ഇത് കാരണം അവൾ പെട്ടെന്ന് ഇപ്പോൾ ആ നായ്ക്കുട്ടിയുടെ ദേഹത്തേക്ക് പോവുകയാണ്. ഈ സമയം ആ പെൺകുട്ടി ഒന്ന് തിരിഞ്ഞു കിടന്നു ആ നായ്ക്കുട്ടിയുടെ ദേഹത്തേക്ക് അടുത്തു വന്നത് കാരണം ചെള്ളുകളും അവരുടെ ജീവൻ പോലും മറന്ന് ഇപ്പോൾ പരസ്പരം ഒന്നിക്കാൻ നോക്കുന്നു. തൊട്ടടുത്ത നിമിഷം ആ നായ്ക്കുട്ടി ഇപ്പോൾ ആ പെൺകുട്ടിയിൽ നിന്നും ദൂരേക്ക് മാറിക്കിടക്കുന്നു. പിറ്റേ ദിവസം ആ പെൺകുട്ടി അവളുടെ താടി ഷേപ്പ് ചെയ്തുകൊണ്ട് തലേന്ന് രാത്രി വന്ന ആ ഒരു പയ്യൻ വീണ്ടും അവിടേക്ക് വന്ന് ആ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുകയാണ്. പക്ഷേ ആ ഒരു നായ്ക്കുട്ടിക്ക് പൂവ് അലർജി ആയത് കാരണം ഇപ്പോൾ ഒന്ന് തുമ്മി അതിന്റെ ദേഹത്തുള്ള ഫീമെയിൽ ചെള്ളാണെങ്കിൽ പെട്ടെന്ന് തെറിച്ച് പുറത്തേക്ക് പോകുന്നത് കണ്ട് മെയിൽ ചെള്ള് ഇപ്പോൾ അതിനെ പിടിച്ചു നിർത്തുന്നു. ഈ സമയം ആ പെൺകുട്ടി അവളുടെ താടി കുറച്ച് വെട്ടിക്കാരുന്നു. ചെള്ളുകളും ഇപ്പോൾ ആ പയ്യന്റെ തലയിലേക്ക് വീഴുകയാണ്. പക്ഷേ അവന്റെ തലയിൽ തീരെ മുടിയില്ലാത്തത് കാരണം രണ്ട് ചെള്ളുകൾക്കും അവിടെ സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും തൊട്ടടുത്ത നിമിഷം അവന്റെ തലയിൽ ഒരുപാട് മുടി മുളയ്ക്കാൻ ആരംഭിച്ച രണ്ട് ചെള്ളുകൾക്കും ഇപ്പോൾ അവരുടെ ബോധം തിരിച്ചു കിട്ടുകയാണ്.